ബി.ജെ.പി. എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമോദ് ബലിദാന ദിനം ആചരിച്ചു. ബി.ജെ.പി. എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമോദ് ബലിദാന ദിനാചരണം നടത്തി. നടവരമ്പ് ചന്തയിൽ നടന്ന അനുസ്മരണ പുഷ്പാർച്ചനയിൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ പങ്കെടുത്തു. പ്രമോദിന്റെ വസതിയിൽ നടന്ന പുഷ്പാർച്ചന ആർ.എസ്.എസ്. കൊടുങ്ങല്ലൂർ ഖണ്ഡ് കാര്യവാഹ് എൻ. ജയൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിൻസ് തലാശ്ശേരി സ്വാഗതം ആശംസിച്ചു. ജില്ലാ സെൽ കോർഡിനേറ്റർ പി.എസ്. അനിൽകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ.എസ്. വിനോദ്, സി.കെ. പുരുഷോത്തമൻ, വി.ജി. ഉണ്ണികൃഷ്ണൻ, കെ.കെ. ഉണ്ണികൃഷ്ണൻ, കെ.ഡി. വിപിൻദാസ്, രാജേഷ് വിങ്കിടങ്ങി, സതീശൻ തെക്കിനിയത്ത്, എം.എ. ഹരിദാസ്, പ്രദീപ് അറക്കൽ, ശരത് മുല്ലശ്ശേരി, രജനി രാജേഷ്, സന്തോഷ് പുളിക്കൽ, സുബി പ്രമോദ്, സുരഭി സുമൻ, ആശാലത സജീവൻ, എ.ആർ. രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയതിൻ്റെ ധാർഷ്ട്യമാണ് കാണിച്ചത്. ഒരു സർക്കാർ അധികാരത്തിൽ കയറിയാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ടതിന് പകരം ആ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരും കാണിച്ച അനീതിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും പ്രമോദിൻ്റെ 8ാമത് ബലിദാന ദിനം ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും കരുത്തുറ്റതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാൻ വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ രാജ്യത്തെ അധികാരത്തിൽ വീണ്ടും 3ാമത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് നശിച്ച് വെണ്ണൂറായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതുപോലുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. തീർച്ചയായും വരാൻ പോകുന്ന കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും വില നൽകേണ്ടി വന്നിട്ടുള്ള പഴയ കാലഘട്ടത്തിലെ ബലിദാനികളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആഹ്ലാദം പകരുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും ധീരബലിദാനികൾ മരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ നൽകിയത് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്. തീർച്ചയായും